നാടൻ മല്ലിയില. ഈ സാധനം എപ്പോഴും അങ്ങോട്ട് കിട്ടാറില്ല. കിട്ടിയാൽ തന്നെ വേസ്റ്റേജ് വരാണ്ട് അത് നമ്മൾ മുഴുവനായിട്ട് ഉപയോഗിച്ച് തീർക്കണമെങ്കിൽ അതിന് കുറച്ച് പണിയുമുണ്ട്. സ്വന്തത് ശരിയാ ഇല്ലയാ? ഇതിന്റെ തണ്ട് നമ്മുടെ ഈ ഫാം മല്ലിയില പോലെയുള്ളതല്ല. അത് കുറച്ചും കൂടെ സോഫ്റ്റ് ആൻഡ് ടെൻഡർ ആണ്. ഇതിങ്ങനെ പ്ലാസ്റ്റിക് പോലെ ഇരിക്കും. അതുകൊണ്ട് തന്നെ ഇത് ക്ലീൻ ചെയ്യാനായിട്ട് കുറച്ച് നേരം കൂടെ നമുക്ക് എന്തായാലും വേണ്ടി വരും. ഇത് ഈ തണ്ടുകൾ മാത്രമായിട്ട് ഇളയത് ഇങ്ങനെ ബ്രാഞ്ച് ഔട്ട് ആവുന്ന ഭാഗത്തു നിന്ന് വേണം നമുക്കത് ഒടിച്ചെടുക്കാനായിട്ട്. മേളിലേക്ക് പോകും തോറും അത് എവിടെ നിന്നാണോ കുറച്ചും കൂടെ ഇളയതായിട്ടുള്ളത് അവിടെ നിന്ന് മാത്രമേ ഒടിച്ചെടുക്കാൻ പറ്റുള്ളൂ. കിട്ടുന്ന അന്ന് തന്നെ നമ്മളത് സെപ്പറേറ്റ് ആക്കി ഒക്കെ എടുത്ത് വെക്കുവാണെങ്കിൽ അത്രയും എളുപ്പമാണ്. അടുത്ത ദിവസത്തേക്കാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് കുറച്ചും കൂടെ പണിയുണ്ടാവും. അതിൽ കൂടുതൽ താമസിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അതിനനുസരിച്ച് നമുക്കത് കുറേയൊക്കെ കളയേണ്ടി കൂടെ വരും. അതുകൊണ്ട് കഷ്ടപ്പെട്ട് ചിരിച്ചിരിക്കുന്ന രാത്രികളിൽ ഒന്നാണിത്. ഇത് ഇങ്ങനെ വേണം നമ്മളിത് ഒടിച്ചൊടിച്ച് മാറ്റി വെക്കാനായിട്ട്. ഈ തണ്ടും ഇലയും ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ഒരിക്കലും ഒരുമിച്ച് വെക്കരുത്. മല്ലിയില നാടനാണെങ്കിൽ അത് 2-3 ദിവസത്തേക്ക് ശേഷം ബാക്കിയുള്ളത് അവിടെ നിന്ന് എവിടെ നിന്നൊക്കെ കേടാവാൻ തുടങ്ങും. അതുകൊണ്ട് 3 ദിവസത്തേക്ക് ആവശ്യമുള്ളത് മാത്രം ഫ്രഷ് ആയിട്ട് സൂക്ഷിച്ച് ബാക്കിയുള്ളത് ഉണക്കി സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത്. തണ്ടാണെങ്കിലോ ഇത് കുറേ ദിവസങ്ങൾ വരും. നമുക്ക് കുറച്ചൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പൊ തണ്ടുകൾ സെപ്പറേറ്റ് ആയിട്ടും ഇലകൾ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ടും, കുറച്ച് വാടിയ ഇല ആദ്യം തീർക്കാനുള്ളത് സെപ്പറേറ്റ് ആയിട്ടാണ് ഞാൻ എല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് ഫ്രിഡ്ജിൽ കയറ്റിയത്. അല്ലെങ്കിൽ നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടിയത് വെറുതെ പാഴായി പോവും. അതോർത്ത് ഇങ്ങനെ തന്നെ നമ്മൾ ചെയ്ത് വെച്ചെങ്കിലേ ഇത് നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പിന്നെ ലെറ്റസ് കം ടു ദ തണ്ട് ഈ ഇതുപോലെ ഇങ്ങനെ പരിപ്പൊക്കെ വെക്കുമ്പോഴത്തേനും നമുക്ക് വേണേൽ കുറേശ്ശെ തണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ ഇളയ തണ്ട് വെച്ച് തന്നെ ഒന്ന് പതുക്കെ ഒന്ന് കെട്ടിക്കൊടുത്തിട്ടാണ് പരിപ്പിലേക്ക് ഇട്ടിട്ടുള്ളത്. പരിപ്പ് വെന്തതിന് ശേഷം എടുത്തു മാറ്റാം. അപ്പം നെക്സ്റ്റ് ഡേ ആയപ്പോഴത്തേനും ഞാനത് ആ 2 ദിവസം കഴിഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ളത് ഞാൻ മുഴുവൻ കഴുകി അത് ഉണക്കാൻ വെച്ചു. 2-3 ദിവസത്തിന് ശേഷം ഇത് നമുക്ക് ഉണക്കിയെടുക്കാം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കരുത്. ഈ ഇല ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അന്ന് തന്നെ അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ നിങ്ങളത് ഉണക്കാൻ തുടങ്ങിയിരിക്കണം. എന്നിട്ട് ഏറ്റവും ഫാസ്റ്റ് പ്രോസസ്സിലൂടെ വേണം നിങ്ങളത് ഉണക്കിയെടുക്കാനും. നിങ്ങൾക്ക് സൺലൈറ്റ് നല്ലോണം കിട്ടുന്ന സ്ഥലമാണെങ്കിൽ അത് സൺലൈറ്റ് അല്ലെങ്കിൽ അവൻ. ഈ 2 ഡ്രൈയിങ് പ്രോസസ്സിലും രുചിയും ഗുണം നല്ല മാറ്റം വരും. പക്ഷെ നാടനില നമുക്ക് ഇങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ. മറ്റേ ഫാം ഇല 1 മാസം വരെയും ഉണക്കാതെ ഫ്രഷ് ആയിട്ട് വെക്കാനുള്ള വീഡിയോ ഞാൻ ഇടാം കേട്ടോ. അല്ലെങ്കിൽ ഫാനിന്റെ കീഴെ, പക്ഷെ കാര്യമായിട്ട് ഇങ്ങനെ തുണിയുടെ മേലെ ഇങ്ങനെ തലം വിട്ട് ദൂരെ വെച്ച് വേണം ഉണക്കാനായിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് എൻ്റെ കൂടെ കോർഡിനേറ്റ്. സോ സീ യു വൺസ് അഗൈൻ. ദിസ് ഇസ് ഗോഡ്സി ഫ്രം ഗോഡ്സീസ് വേർഷൻ മലയാളം. ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.